സ്വാലിഹ് നബിയും സമൂദ് ഗോത്രവും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിജറിൽ ജീവിച്ചിരുന്ന ഗോത്രമാണ് സമൂദ്. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. സൗദി അറേബ്യയിലെ മദാഇൻ സ്വാലിഹിൽ പാറ വെട്ടിത്തുരന്ന് നിർമ്മിച്ച അവരുടെ ഗുഹാഭവനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മദീനയിൽ നിന്ന് 405 കിലോമീറ്റർ വടക്കാണ് മദാഇൻ സ്വാലിഹ്. സ്വാലിഹ് നബി ജനങ്ങളോട് പറഞ്ഞു. അധ്യായം 11 ഹൂദ് 61 സൂക്തം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. അധ്യായം 15 അൽ ഹിജർ 82 സൂക്തം. وكانوا ينحتون من الجبال بيوتا آمنين. അവർ പർവ്വതങ്ങളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അധ്യായം 89 അൽ ഫജ്ർ 9 സൂക്തം. وثمود الذين جابوا الصخر بالواد. താഴ്വരയിൽ പാറ വെട്ടിത്തുരന്ന് കെട്ടിടമുണ്ടാക്കിയ സമൂദ് ഗോത്രം. അവരുപയോഗിച്ചിരുന്ന പൊതു കിണറിന്റെ ദൃശ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സഹാബാക്കളുമായി യാത്ര ചെയ്തപ്പോൾ ഈ പ്രദേശത്തുകൂടിയാണ് കടന്നുപോയത്. അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച സ്ഥലമാണിതെന്ന് പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂദ് ഗോത്രത്തിൽ ചിലർ പൊതുചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഹാൾ. അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അൽ ഉല മ്യൂസിയത്തിൽ. 9 റൗഡി സംഘങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ബഹുദൈവാരാധനയും കൊള്ളയും അക്രമവും ധിക്കാരവും വ്യാപകമാക്കിയിരുന്നു അവർ. അസാധാരണ രൂപത്തിൽ ഒരു ഒട്ടകം സൃഷ്ടിക്കപ്പെടുകയും ആ ഒട്ടകം അവർക്കിടയിലൂടെ നടക്കുകയും ചെയ്തു. അതിനെ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഒട്ടകം വെള്ളം കുടിച്ച സ്ഥലമാണിത്. അവർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. ആ പാതകം ചെയ്തത് ഇവിടെ വെച്ചാണ്. പുലർച്ചെ ദൈവിക ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്തു. അധ്യായം 11 ഹൂദ് 67 സൂക്തം. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു.
ഈ ചരിത്രമാണ് അൽ ഉല മ്യൂസിയം ഡയറക്ടർ വിവരിക്കുന്നത്. موجود تاريخ الحياه يسموه ممكن هذا الصيحة زلزلت هذا المكان عندنا؟ هذا زلزلة انت لو اتيت الى الخريبه الخريبه ഭൗതിക ജീവിതത്തിൽ മതിമറന്ന ആധുനിക മനുഷ്യരെ, കൊട്ടാരതുല്യമായ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ മേൽ തകർത്തു വീഴ്ത്താൻ പടച്ചവന് പ്രയാസമില്ലെന്ന് ഓർക്കുക. ദക്ഷിണ സിനായിൽ സ്വാലിഹ് നബിയുടെ ഖബറാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദക്ഷിണ ഇറാഖിൽ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ തെക്കാണ് അന്നാസുരിയ പട്ടണം. അവിടുന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇബ്രാഹിം നബിയുടെ നാടായ ബാബിലോണിയയിലെ ഊർ സ്ഥിതി ചെയ്യുന്നത്. അന്നാസുരിയ പട്ടണം യൂഫ്രട്ടീസ് നദീതീരത്താണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇവിടെയാണ്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യം ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്. ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. ഊറിന്റെ കാവൽക്കാരനായി ഇബ്രാഹീമിന്റെ ജനത കരുതിയ ചന്ദ്രദേവനെ ആരാധിക്കാൻ നമ്രൂദ് രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. പിൽക്കാലത്ത് ഇത് പുതുക്കിപ്പണിതു. കൂടെയുള്ളത് ഇറാഖി പട്ടാളക്കാരനും ഊറിലെ ഗൈഡുമാണ്. 5000-ഓളം ദേവീദേവന്മാരെ ആരാധിച്ചിരുന്ന സ്വന്തം ജനതയോടും പിതാവിനോടും ഊർനമു എന്ന നമ്രൂദ് രാജാവിനോടും ബിംബാരാധനയുടെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉണർത്തി. കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത സ്വന്തം കൈകളാൽ നിർമ്മിച്ച പ്രതിമകളെ പൂജിക്കുന്നത് അവിവേകവും ദൈവത്തോടുള്ള ധിക്കാരവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നമ്രൂദിന്റെ കൊട്ടാരം. അടിത്തറ ഏകദേശം 38 മീറ്റർ നീളവും അത്ര തന്നെ വീതിയുമുള്ള ഈ കൊട്ടാരത്തിൽ 30ഓളം റൂമുകൾ ഉണ്ടായിരുന്നു. ബിംബങ്ങൾ നിർജീവ വസ്തുക്കളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാം തന്ത്രം പ്രയോഗിച്ചു. അവയിൽ ചിലതിനെ തകർക്കുകയും വലുതിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിടുകയും ചെയ്തു. ഇക്കാരണത്താൽ അദ്ദേഹത്തെ തീയിൽ എറിഞ്ഞുകൊല്ലാൻ അവർ തീരുമാനിച്ചു. പ്രപഞ്ചനാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം തുറന്നു പ്രഖ്യാപിച്ച ആ മഹോന്നതൻ നിഷ്കരണം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. കരിച്ചു കളയാനുള്ള തീയിന്റെ ശക്തിയെ അല്ലാഹു ഇല്ലാതാക്കി. അധ്യായം 21 അംബിയാ 69-ാം സൂക്തം. قلنا يا نار كوني بردا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين. നാം പറഞ്ഞു, തീയെ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അവരെ ഏറ്റവും നഷ്ടക്കാരാക്കുകയാണ് നാം ചെയ്തത്. നാടും വീടും ഉപേക്ഷിച്ച് ഊറിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരം
ദുർഘടമായ പ്രദേശങ്ങൾ താണ്ടി അദ്ദേഹം ഫലസ്തീനിലെത്തി. ഇത് ഫലസ്തീനിലെ അൽ ഖലീൽ എന്ന ഹെബ്രോൻ പട്ടണം. അദ്ദേഹത്തിന്റെ ഖബർ ഈ അൽ ഖലീൽ പള്ളിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് പിറന്ന കുഞ്ഞുമകനെയും ഭാര്യ ഹാജറായെയും ഫലസ്തീനിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരെ അറേബ്യയിലെ വിജനമായ മക്കയിൽ താമസിപ്പിച്ച് തിരിച്ചുപോരാൻ ദൈവീക കൽപ്പനയുണ്ടായി. വരണ്ട് കിടക്കുന്ന മക്ക താഴ്വരയിൽ വെള്ളം തേടി വെപ്രാളപ്പെട്ട് സഫാ മർവ കുന്നുകൾക്കിടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ പരക്കം പാഞ്ഞു. ആ സംഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും അതിൻ്റെ സ്മരണ നിലനിർത്താനും അതേ സ്ഥാനത്ത് ഹജ്ജിലും ഉംറയിലും തീർത്ഥാടകർ വേഗം നടക്കുന്നു. മക്കയിലെ ജലശൂന്യമായ ഏകാന്ത താഴ്വരയിൽ വിട്ടേച്ചുപോയ പിഞ്ചു പൈതൽ ദാഹം സഹിക്കവയ്യാതെ കാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ അവിടെ പൊട്ടിയൊഴുകിയ ഉറവയാണ് സംസം. ഈ അത്ഭുത നീരുറവ മരുഭൂമിയിൽ 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൃദ്ധമായി നിലനിൽക്കുന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾ ഉപയോഗിച്ചിട്ടും പറ്റാത്ത ഈ അത്ഭുത ജലപ്രവാഹം പരമകാരുണ്യകനായ ദൈവം മക്കാ നിവാസികൾക്കും അവന്റെ അതിഥികളായി അവിടെ എത്തുന്നവർക്കും വേണ്ടി ഒരുക്കിയ ഒരു നിധിയാണ്. ഇസ്മായിൽ വളർന്ന് നടക്കാറായപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് തൻ്റെ മകനെ അറുക്കണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു. ദൈവീക കൽപ്പന നടപ്പാക്കാൻ അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി. മകനെയുമായി മിനായിലേക്ക് പുറപ്പെട്ട പിതാവ് ഈ സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാജ് ശ്രമിച്ചു. അശരീരിയുടെ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കല്ലെറിഞ്ഞ സ്ഥലങ്ങളാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതനുസരിച്ച് ഹജ്ജ് കർമ്മത്തിൽ അതേ സ്ഥാനത്ത് കല്ലെറിയുമ്പോൾ സകല പൈശാചിക ശക്തികളോടും തിന്മയോടും എതിരിടാനുള്ള വിശ്വാസവും ആവേശവും നമ്മിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഹജ്ജ് ചൈതന്യമില്ലാത്ത കേവലം ചടങ്ങ് മാത്രമാകും. കല്ല് ഈ തടത്തിൽ വീണാൽ മതി, തൂണുകളിൽ തട്ടേണ്ടതില്ല. അല്ലാഹു അക്ബർ അഥവാ ദൈവമാണ് സർവോന്നതൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കല്ലെറിയേണ്ടത്. തനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് ദൈവത്തിൻ്റെ പ്രീതിയാണ് എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ് മിനായിലെ കല്ലേറിലൂടെ ഹാജിമാർ ചെയ്യുന്നത്. മകനെ അറുക്കാൻ കിടത്തി. കത്തിയെടുത്തു പിതാവ്. അല്ലാഹു പ്രഖ്യാപിച്ചു, വേണ്ട ഇബ്രാഹിം, എൻ്റെ കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു. അതിന് പകരമായി ഒരാടിനെ അറുക്കുക. ദൈവീക പ്രീതിക്കു വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാക്കുകയാണ് ബലിയുടെ ലക്ഷ്യം. മകൻ വളർന്നു വലുതായപ്പോൾ രണ്ടുപേരോടും പുരാതന അടിത്തറക്ക് മുകളിൽ കഅബാലയം പടുത്തുയർത്താൻ അല്ലാഹു കൽപ്പിച്ചു. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ഈ ദൈവീക ഭവനം വലയം വെക്കൽ അഥവാ തുവാഫ് ചെയ്യൽ ഹജ്ജിലും ഉംറയിലും നിർബന്ധമാണ്. അലാസ്ക മുതൽ ഫിജി ദ്വീപുകൾ വരെ പരന്നുകിടക്കുന്ന വിശാലമായ ലോകത്തിൻ്റെ 200ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പുണ്യഗേഹത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നു. ദേശഭാഷ